പ്രസിഡന്റ് ഷീ ജിൻപിങ് തന്റെ അധികാരം ഉറപ്പിക്കുന്നതിനും സൈന്യത്തെ ഉടച്ചു വാർക്കുന്നതിനുമായി നടത്തുന്ന അതിശക്തമായ ശുദ്ധീകരണ പ്രക്രിയ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ അഴിമതി തുടച്ചു നീക്കാൻ എന്ന പേരിൽ നടത്തുന്ന ഈ നീക്കങ്ങൾ സത്യത്തിൽ ചൈനയുടെ സൈനിക തലപ്പത്തെ തന്നെ അസ്ഥിരപ്പെടുത്തിയിരിക്കുകയാണ്. തായ്വാൻ വിഷയത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി സംഘർഷം മുറുകുന്ന പശ്ചാത്തലത്തിൽ സൈന്യത്തിനുള്ളിലെ വിശ്വസ്തതയും അച്ചടക്കവും ഉറപ്പാക്കുക എന്നതാണ് ഷീ ലക്ഷ്യമിടുന്നത്. ചൈനീസ് സൈന്യത്തിന്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത വിധം ഉന്നതരായ ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ നടപടികൾക്ക് വിധേയമായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് മുൻ പ്രതിരോധ മന്ത്രിമാരായ വെയ് ഹെങ്ഹെ, ലീ ഹാംഫു എന്നിവർക്കെതിരെ മിലിറ്ററി കോടതി പുറപ്പെടുവിപ്പിച്ച കടുത്ത വിധികളാണ്. അഴിമതി ആരോപണങ്ങളെ തുടർന്ന് ഇവർക്ക് 2 വർഷത്തെ സാവകാശത്തോടെയുള്ള വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. ഷീ ജിൻപിങ് അധികാരമേറ്റത് മുതൽ കടുവകളെയും ഈച്ചകളെയും ഒരുപോലെ പിടികൂടുമെന്ന പ്രഖ്യാപനത്തോടെയാണ് അഴിമതി വിരുദ്ധ പോരാട്ടം തുടങ്ങിയത്. എന്നാൽ ഇപ്പോൾ നടക്കുന്നത് കേവലം സാമ്പത്തിക അഴിമതിക്കെതിരെയുള്ള നീക്കമല്ല, മറിച്ച് സൈന്യത്തിനുള്ളിലെ രാഷ്ട്രീയ വിശ്വസ്തത പരിശോധിക്കലാണ്. തായ്വാൻ അധിനിവേശം എന്ന ചൈനയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകണമെങ്കിൽ സൈന്യം പൂർണ്ണമായും ഷീ ജിൻപിങ്ങിന്റെ നിയന്ത്രണത്തിലായിരിക്കണം. സൈനിക ഉദ്യോഗസ്ഥർ അഴിമതിയിൽ മുങ്ങി നിൽക്കുന്നത് യുദ്ധസമയത്ത് തിരിച്ചടിയാക്കുമെന്ന് ഷീ ഭയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും റോക്കറ്റ് ഫോഴ്സ് പോലുള്ള തന്ത്രപ്രധാന വിഭാഗങ്ങളിൽ നടന്ന അഴിമതികൾ ചൈനയുടെ മിസൈൽ ശേഷിയെ ബാധിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. മിസൈലുകളിൽ ഇന്ധനത്തിന് പകരം വെള്ളം നിറച്ചുവെന്നത് പോലെയുള്ള ഗുരുതരമായ ആരോപണങ്ങൾ പുറത്തു വന്നത് ഷീ ജിൻപിങ്ങിനെ ചൊടിപ്പിച്ചിരുന്നു. 2049ഓടെ ചൈനീസ് സൈന്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച വേൾഡ് ക്ലാസ് സേനയാക്കി മാറ്റുക എന്നതാണ് ഷീ ജിൻപിങ്ങിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. ഇതിനായി അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യയും മാത്രം പോരെന്നും സൈന്യം അച്ചടക്കമുള്ളതാകണമെന്നും അദ്ദേഹം കരുതുന്നുണ്ട്. സൈനിക തലപ്പത്തുള്ളവർ പണം സമ്പാദിക്കുന്നതിലല്ല, മറിച്ച് രാജ്യം ജയിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതെന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് ഓരോ ജനറലുകളെയും അദ്ദേഹം നിശ്ചിതമായി നിരീക്ഷിക്കുന്നത്. ചൈനയുടെ ആണവായുധങ്ങളുടെയും മിസൈലുകളുടെയും ചുമതലയുള്ള റോക്കറ്റ് ഫോഴ്സിലെ തലവന്മാരെ കൂട്ടത്തോടെ മാറ്റിയത് സൈന്യത്തിനുള്ളിലെ വലിയ പൊട്ടിത്തെറികളുടെ സൂചനയായിരുന്നു. ഒരു സൈനിക വിഭാഗത്തിന്റെ നേതൃത്വം പൂർണ്ണമായും അഴിച്ചു പണിയുന്നത് ആ വിഭാഗത്തിന്റെ പ്രവർത്തനക്ഷമതയെ താൽക്കാലികമായെങ്കിലും ബാധിച്ചേക്കാം. എങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ ഇത്തരം ശുദ്ധീകരണങ്ങൾ അനിവാര്യമാണെന്ന് ഷീ കരുതുന്നുണ്ട്. ഇത് സൈന്യത്തിനുള്ളിലെ അസംതൃപ്തി വർദ്ധിപ്പിക്കുമോ അതോ കൂടുതൽ അച്ചടക്കം കൊണ്ടുവരുമോ എന്നത് കണ്ടറിയണം. തായ്വാൻ കടലിടുക്കിൽ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നതും സഖ്യകക്ഷികൾ ഒത്തുചേരുന്നതും ചൈനയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ സൈന്യത്തിനകത്തെ ഏത് ചെറിയ വീഴ്ചയ്ക്കും വലിയ വില നൽകേണ്ടി വരുമെന്ന് ഷീ ജിൻപിങ്ങിനറിയാം. തന്റെ കമാൻഡർമാർ യുദ്ധത്തിന് സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ അവരെ ഭയപ്പെടുത്തി നിർത്തുക എന്ന ശൈലിയാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. ആരെങ്കിലും തന്റെ അധികാരത്തിന് ഭീഷണിയാക്കുമെന്ന് തോന്നിയാൽ അവരെ ഉടൻ തന്നെ സ്ഥാനഭ്രഷ്ടനാക്കുന്നു. സൈന്യത്തിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ ഓരോരുത്തരായി അപ്രത്യക്ഷമാകുന്നത് ചൈനയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ജനറൽമാർ എവിടെ പോയി എന്ന ചോദ്യത്തിന് കൃത്യമായി മറുപടി നൽകാതെ മാസങ്ങൾക്ക് ശേഷമാണ് പലപ്പോഴും അഴിമതി ആരോപണങ്ങൾ പുറത്തുവിടുന്നത്. ഇത് ചൈനീസ് ഭരണകൂടത്തിന്റെ സുതാര്യതയില്ലായ്മയാണ് കാണിക്കുന്നത്. അഴിമതി തുടച്ചു നീക്കാനുള്ള ശ്രമങ്ങൾ സൈനിക ഉദ്യോഗസ്ഥരുടെ ധൈര്യത്തെ ചോർത്തിക്കളയുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. പുതിയ തീരുമാനങ്ങൾ എടുക്കാനോ നൂതനമായ യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കാനോ ഉദ്യോഗസ്ഥർ മടിച്ചേക്കാം. കാരണം എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചാൽ അത് അഴിമതിയായി വ്യാഖ്യാനിക്കപ്പെടുമോ എന്ന ഭയം അവരെ വേട്ടയാടും. തായ്വാനുമായുള്ള ഒരു ഏറ്റുമുട്ടൽ അനിവാര്യമാണെന്ന തോന്നൽ ചൈനീസ് സൈന്യത്തിനിടയിൽ ഷീ ജിൻപിങ് കുത്തിവെക്കുന്നുണ്ട്. ഇതിനായി സൈനിക പരിശീലനങ്ങൾ വർദ്ധിപ്പിക്കുകയും അതിർത്തികളിൽ കൂടുതൽ സന്നാഹങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നു. ഈ യുദ്ധസജ്ജതയുടെ ഭാഗമായി തന്നെയാണ് സൈനിക തലപ്പത്തെ ഈ വൻ അഴിച്ചുപണിയും കാണേണ്ടത്. ഷീ ജിൻപിങ്ങിന്റെ 3ാം ഊഴത്തിൽ സൈന്യത്തിനു മേലുള്ള നിയന്ത്രണം അദ്ദേഹം കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന ഒരു ഉപകരണമായി സൈന്യം മാറണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. സൈന്യവും പാർട്ടിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിലൂടെ തന്റെ അധികാരം ചോദ്യം ചെയ്യപ്പെട്ടതാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. ഈ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ തന്നെയാണ് പലപ്പോഴും അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളുടെ മുഖപടം അണിയുന്നത്.
ചൈനീസ് ജനതയ്ക്കിടയിൽ അഴിമതിക്കെതിരെയുള്ള ഇത്തരം കടുത്ത നടപടികൾക്ക് വലിയ പിന്തുണ ലഭിക്കാറുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ശിക്ഷിക്കപ്പെടുന്നത് ഭരണകൂടത്തിന്റെ നീതിനിഷ്ഠതയുടെ അടയാളമായിട്ടാണ് സാധാരണക്കാർ കാണുന്നത്. ഇത് ഷീ ജിൻപിങ്ങിന്റെ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ചൈനയിലെ ഈ സംഭവ വികാസങ്ങളെ അതീവ ജാഗ്രതയോടെയാണ് വീക്ഷിക്കുന്നത്. ചൈനീസ് സൈന്യത്തിലെ അസ്ഥിരത ഒരുപക്ഷെ തായ്വാൻ അധിനിവേശത്തെ വൈകിപ്പിച്ചേക്കാമെന്ന് ചിലർ കരുതുന്നു. എന്നാൽ മറുഭാഗത്ത് സൈന്യത്തെ കൂടുതൽ കരുത്തുറ്റതാക്കി മാറ്റിയ ശേഷം ഒരു വലിയ ആക്രമണത്തിന് ഷീ ജിൻപിങ് മുതിരുമോ എന്ന ഭയവും നിലനിൽക്കുന്നുണ്ട്. ചൈനയുടെ ഓരോ നീക്കവും പശ്ചിമേഷ്യയിലെയും ഏഷ്യ പസഫിക് മേഖലയിലെയും സുരക്ഷാ സമവാക്യങ്ങളെ ബാധിക്കുന്നവയാണ്. അഴിമതി ആരോപിക്കപ്പെടുന്ന പല ഉദ്യോഗസ്ഥരും ഷീ ജിൻപിങ് തന്നെ മുൻപ് സ്ഥാനക്കയറ്റം നൽകിയവരായിരുന്നു എന്നതാണ് വൈരുദ്ധ്യം. ഇതിനർത്ഥം സൈന്യത്തിനുള്ളിൽ അഴിമതി അത്രത്തോളം ആഴത്തിൽ വേരോടിയിട്ടുണ്ട് എന്നാണ്. അല്ലെങ്കിൽ തന്റെ വിശ്വസ്തർ പോലും പിന്നീട് ശത്രുക്കളായി മാറിയേക്കാമെന്ന ഷീ ജിൻപിങ്ങിന്റെ സംശയരോഗത്തിന്റെ ഫലമാണ് ഈ നടപടികൾ. 2049 എന്ന ലക്ഷ്യത്തിലേക്ക് ചൈനയെ നയിക്കുമ്പോൾ സൈന്യത്തിന്റെ നവീകരണം അനിവാര്യമാണ്. സൈബർ യുദ്ധമുറകൾ, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നിവയിൽ ചൈനീസ് സൈന്യം വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. ഇത്തരം ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ വൈദഗ്ധ്യമുള്ള എന്നാൽ രാഷ്ട്രീയമായി വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെയാണ് ഷീ ജിൻപിങ് ഇപ്പോൾ തിരയുന്നത്. പഴയ രീതിയിലുള്ള അഴിമതിക്കാരായ ജനറൽമാർ ഇതിന് തടസ്സമാണെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. മുൻ പ്രതിരോധ മന്ത്രിമാർക്ക് വധശിക്ഷ വിധിച്ച നടപടി ചൈനീസ് ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമായി മാറിയേക്കാം. വെയ്ക് ഫെങ്ഹയും ലീ ഹാംഫുവും ചൈനീസ് പ്രതിരോധ മേഖലയിൽ വലിയ സംഭാവനകൾ നൽകിയവരായിരുന്നു. അവരെ ഇത്തരത്തിൽ ശിക്ഷിക്കുന്നത് സൈന്യത്തിനുള്ളിലെ മറ്റുദ്യോഗസ്ഥർക്ക് നൽകുന്ന കടുത്ത മുന്നറിയിപ്പാണ്. ചൈനീസ് സൈന്യത്തിനുള്ളിൽ ഷീ ജിൻപിങ് നടത്തുന്ന ഈ ശുദ്ധീകരണം രാജ്യത്തിന്റെ ഭാവിയെയും ലോകക്രമത്തെയും ബാധിക്കുന്ന ഒന്നാണ്. അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന പേരിൽ നടക്കുന്നത് വലിയൊരു രാഷ്ട്രീയ നാടകമാണോ അതോ സൈന്യത്തെ മെച്ചപ്പെടുത്താനുള്ള ആത്മാർത്ഥമായ ശ്രമമാണോ എന്നത് കാലം തെളിയിക്കും. തായ്വാൻ വിഷയത്തിൽ ചൈന സ്വീകരിക്കുന്ന നിലപാടുകൾ ഈ സൈനിക അഴിച്ചുപണിയുടെ ഫലമായി എങ്ങനെ മാറുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഷീ ജിൻപിങ്ങിന്റെയും അധികാരം സൈന്യത്തിന്റെ തോക്കിൻ കുഴലിലൂടെ തന്നെ ഉറപ്പിക്കാനാണ് അദ്ദേഹം ഇപ്പോഴും ശ്രമിക്കുന്നത്.